നല്ല കുറുകിയ ചാറോടുകൂടിയ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള അയലക്കറി റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി 3 അയില എടുത്ത് ചെറിയ പീസായിട്ട് മുറിച്ചൊന്ന് മാരിനേറ്റ് ചെയ്യുന്നു. പുളിവെള്ളവും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കറിവേപ്പിലയും കൂടിയാണ് മാരിനേറ്റ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാൻ ചീനിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് വഴന്ന് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി വഴറ്റാം. അതിനുശേഷം ചിരകിയ തേങ്ങ 2 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി അരച്ചെടുക്കണം. ഈ മൺചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് 2 പച്ചമുളകും ഇട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് പുളിവെള്ളവും ഉപ്പും ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളി വഴറ്റുന്നില്ല, വെറുതെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് നേരത്തെ മാരിനേറ്റ് വെച്ചിരിക്കുന്ന മീൻ പീസും കൂടി ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് മീൻകറി കൂട്ടി കഴിക്കാൻ കപ്പ ഉണ്ടാക്കുന്നുണ്ട്. തിളച്ച വെള്ളത്തിലോട്ട് അരിഞ്ഞു വെച്ച കപ്പ ഇട്ട് കൊടുത്ത് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചിരകിയ തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നല്ലപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വേവിച്ച കപ്പയിലോട്ട് അരപ്പിട്ട് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻകറിയും കപ്പയും റെഡിയായി. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം.